രചന ഡാനി. അവതരണം റിൻസി പ്രിൻസ്. ഋതുനന്ദനം പാർട്ട് 3. പിറ്റേന്ന് അഭിരാമി തൻ്റെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. HR ഡിപ്പാർട്ട്മെൻറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് അഭിരാമി HR അസിസ്റ്റൻറ്റ് ചീഫ് എഡിറ്ററുടെ ക്യാബിനിൽ കൊണ്ടുപോയി ചീഫ് എഡിറ്റർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അഭിരാമിയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ചീഫ് എഡിറ്റർ അവളുടെ കയ്യിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി. ചീഫ് എഡിറ്റർ ഡോക്യുമെൻറ്റ്സിലൂടെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിരാമി അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ചു. മനു ശ്രീനിവാസൻ, ചീഫ് എഡിറ്റർ. ഏകദേശം 50 വയസ്സിനടുത്ത് പ്രായം കാണുമായിരിക്കും. തല പകുതിയോളം നരച്ചിട്ടുണ്ട്. അല്പം നീട്ടിയ വെള്ളിവരകൾ നിറഞ്ഞ താടി, ഒരു ശാന്തത നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ മുഖം. എല്ലാം ഒന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോൾ മനു ശ്രീനിവാസൻ തൻ്റെ തലയുയർത്തി അഭിരാമിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. മിസ് അഭിരാമി ഹൈദരാബാദ് സെറ്റിൽഡ് ആണല്ലേ? മലയാളം സംസാരിക്കാൻ എങ്ങനെയാ? നല്ല ഒഴുക്കോടെ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? സർ, ഹൈദരാബാദാണ് വളർന്നതെങ്കിലും മലയാളം നന്നായി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. അഭിരാമി ചിരിയോടെ മറുപടി നൽകി. ഗുഡ്. ആട്ടെ, അഭിരാമി എത്ര കാലമായി ഹൈദരാബാദിലായിട്ട്? മനു അഭിരാമിയോട് തമാശ രൂപേണ ചോദിച്ചു. സർ, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാൻ ഹൈദരാബാദിലെത്തിയതാണ്. പിന്നെ വളർന്നതും പഠിച്ചതും ഒക്കെ അവിടെയാണ്. അഭിരാമി മറുപടി നൽകി. ഞാൻ കുറച്ചു കാലം ഹൈദരാബാദ് ജോലി ചെയ്തിട്ടുണ്ട്, ഗച്ചിബൗളി ഭാഗത്ത്. അഭിരാമിയുടെ വീട് ഏത് ഭാഗത്തായിട്ട് വരും? മനു അഭിരാമിയോട് ചോദിച്ചു. എൻ്റെ വീട് പട്ടാൻചേരുവാണ് സർ. അഭിരാമി മറുപടി നൽകി. അഭിരാമി, താനിവിടെ ഏതെങ്കിലും മലയാളി മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളിലാണോ പഠിച്ചതും മറ്റും? മനു പുഞ്ചിരി വിടാതെ അഭിരാമിയോട് ചോദിച്ചു. അല്ല സർ, അഭിരാമി മറുപടി നൽകി. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ചെറുപ്പം മുതൽ ഹൈദരാബാദിൽ വളർന്നിട്ടും തൻ്റെ മലയാളത്തിനൊരു അന്യഭാഷാ ചുവ അശേഷയില്ല. കേരളത്തിൽ വളരുന്നവർ പറയുന്നതിനേക്കാൾ നല്ല സ്ഫുടതയോടെ മലയാളം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. മനു നിറഞ്ഞൊരു ചിരിയോട് അഭിരാമിയോട് പറഞ്ഞു. ഒരു പുഞ്ചിരിയിൽ അഭിരാമി തൻ്റെ മറുപടി ഒതുക്കി. അഭിരാമിയുടെ മാതാപിതാക്കൾ? മനു സംശയത്തോട് ചോദിച്ചു. സർ, അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു. അമ്മയും ഒരു അനിയത്തിയുണ്ട്. അഭിരാമി മറുപടി നൽകി. ഓ, ഐ എം സോറി. എനിവേ, വെൽക്കം ടു അവർ ഫാമിലി. ആദ്യത്തെ 1-2 മാസം വ്യത്യസ്ത വിഭാഗങ്ങളിൽ ട്രെയിനിങ് ആയിരിക്കും. അതിനുശേഷം സ്ഥിരമായി ഏത് സെക്ഷനിലേക്കാവുമെന്ന് നിർദ്ദേശിക്കാം. ഓൾ ദി ബെസ്റ്റ്. തുടർന്ന് മനു അഭിരാമിക്ക് ട്രെയിനിങ് പീരീഡിൽ ആരെ റിപ്പോർട്ട് ചെയ്യണമെന്നും മറ്റുമുള്ള കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. ചീഫ് എഡിറ്ററുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങിയ അഭിരാമിയെ HR അസിസ്റ്റൻറ്റ് വിവിധ സെക്ഷനുകളിൽ കൊണ്ടുപോയി ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. എല്ലാവരും അഭിരാമിയെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു. പരിചയപ്പെട്ടവർക്കൊക്കെ അത്ഭുതം. ഹൈദരാബാദിൽ വളർന്നിട്ടും അഭിരാമി നന്നായി വേറൊരു ഭാഷയുടെയും ചുവയില്ലാതെ മലയാളം സംസാരിക്കുന്നതിലായിരുന്നു. 2-3 ആഴ്ച പല വിഭാഗങ്ങളിലുള്ള ട്രെയിനിങ്ങും മറ്റുമായി അഭിരാമിയുടെ ദിനങ്ങൾ കടന്നുപോയി. ട്രെയിനിങ്ങിനിടയിൽ അഭിരാമിക്ക് സുഹൃത്തുക്കളെ പോലെ എന്തിനും സമീപിക്കുവാനും തുടക്കക്കാരി എന്ന നിലയിലുള്ള സംശയങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതികരണങ്ങൾ നൽകുന്നവരുമായ കുറച്ചു പേരെ കിട്ടി. ആങ്കറിങ്ങിൽ പ്രിയ, റിപ്പോർട്ടിംഗ് സെക്ഷനിൽ 5-6 വർഷമായി ജോലി ചെയ്യുന്ന അനൂപ്, എഡിറ്റിംഗ് വിഭാഗത്തിൽ നിന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാധ്യമ മേഖലയിൽ ഒരുപാട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഡേവിഡ് പാഞ്ഞിക്കാരൻ, എഡിറ്റിംഗ് സെക്ഷനിൽ നിന്നും തന്നെ ബേസിൽ, അർപ്പിത, അങ്ങനെ കുറച്ച് ആളുകളെ കിട്ടിയതുകൊണ്ട് ട്രെയിനിങ് അത്രയ്ക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല അഭിരാമിക്ക്. പിന്നീട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഫീൽഡിൽ റിപ്പോർട്ടിങ്ങിനും പോകേണ്ടി വന്നു. അവൾക്ക് ഹൈദരാബാദും ചെന്നൈയും മാത്രം കണ്ട് പരിചയമുള്ള അഭിരാമിക്ക് കൗതുകമേറുകയായിരുന്നു എറണാകുളത്തോട്. എന്തൊക്കെയോ ഒരു കുറവ് അവൾക്ക് ആ നഗരത്തിൽ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും ജോലി സംബന്ധമായ ചില കാര്യങ്ങളിൽ മുഴുകിയും മറ്റും അവൾ അതിനെ തരണം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയപ്പോൾ പ്രിയ അഭിരാമിയോട് എങ്ങനെയുണ്ട് ട്രെയിനിങ് എന്നെല്ലാം ചോദിച്ചു. പ്രിയയുടെ കൂടെ പ്രിയ ജോലി ചെയ്യുന്ന ആങ്കറിംഗ് വിഭാഗത്തിലും 1-2 ദിവസം അഭിരാമിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഒന്നും കുഴപ്പമില്ല ചേച്ചി. ഫീൽഡിൽ അപകടം പിടിച്ച റിപ്പോർട്ടിങ്ങിനെ പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വ്യാപ്തിയൊക്കെ മനസ്സിലായത് അവരുടെ കൂടെയുള്ള ട്രെയിനിങ് സെക്ഷനിൽ പങ്കെടുത്തപ്പോഴാണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. എന്തായാലും അനിത പ്രതാപിനെയൊക്കെ സമ്മതിക്കണം. അപകടം പിടിച്ച വഴിയിലൂടെയൊക്കെയുള്ള അവരുടെയൊക്കെ കരിയർ ഒരു പ്രചോദനമാണ് നമുക്കൊക്കെ, അല്ലേ? അഭിരാമി ചിരിച്ചുകൊണ്ട് തൻ്റെ ചെറിയ സമയത്തെ അനുഭവങ്ങളൊക്കെ വിവരിച്ചു. മാധ്യമ പ്രവർത്തനം ചിലപ്പോൾ വളരെ ത്രില്ലിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൽ അപകടങ്ങളും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ തന്നെ പ്രിയ അഭിരാമിക്ക് വിവരിച്ചു കൊടുത്തു. ആട്ടെ, അഭിരാമിക്ക് എങ്ങനെ ഈ ഫീൽഡിനോട് താല്പര്യം തോന്നി തുടങ്ങിയത്? പ്രിയ സംശയരൂപേണെ അഭിരാമിയോട് ചോദിച്ചു. സത്യം പറഞ്ഞ ചേച്ചി, എനിക്ക് 1-2 ഹോളിവുഡ് മൂവീസ് കണ്ടിട്ടാണ് ഇതിനോട് താല്പര്യം തോന്നി തുടങ്ങിയത്. അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അത് കൊള്ളാലോ. ഏതൊക്കെയാ മൂവീസ്? പ്രിയ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സാൽവഡോർ, പിന്നെ റിച്ചാർഡ് ഗിയറിൻ്റെ ദ ഹണ്ടിങ് പാർട്ടി എന്നീ മൂവികളൊക്കെ കണ്ടിട്ട് എനിക്ക് ത്രില്ലടിച്ചത്.
അഭിരാമി പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അതുകൊള്ളാം. അതിലെ നായകന്മാരെ പോലെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിച്ചെന്ന് റിപ്പോർട്ടിംഗ് നടത്താനാണോ അഭിമോൾക്ക് താല്പര്യം? പ്രിയ ചിരിവിടാതെ തന്നെ ചോദിച്ചു. അതെ അതെ അതെ, അതുപോലെ റിപ്പോർട്ടിംഗ് സെക്ഷനിൽ തന്നെ പ്ലേസ് ചെയ്താൽ മതിയായിരുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പോളിസി എങ്ങനെയാ? അഭിരാമി ചോദിച്ചു. മിക്കപ്പോഴും ട്രെയിനിങ് കഴിയുമ്പോൾ എന്തെങ്കിലും ടാസ്ക് തരും. ചിലപ്പോൾ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യാൻ, ചിലപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ എന്തെങ്കിലും. ചിലപ്പോൾ എല്ലാ സെക്ഷനിലും ഉള്ള ടാസ്കുകൾ തരും. അതിലെ കഴിവുകൾ നോക്കി പിന്നെ അതിനനുസരിച്ച് പ്ലേസ് ചെയ്യുകയാണ് പതിവ്. തനിക്കെന്തായാലും നല്ലൊരു ടാസ്ക് കിട്ടട്ടെ. പ്രസന്നമായൊരു ചിരിയോടെ അഭിരാമിക്ക് പ്രിയ സ്ഥാപനത്തിൻ്റെ പോളിസികൾ വിവരിച്ചു കൊടുത്തു. ഇൻ്റർവ്യൂ ചെയ്യാൻ വല്ലതും ആണെങ്കിൽ എങ്ങനത്തെ ആളാവുമോ എന്തോ. അഭിരാമി ഒന്ന് നെടുവീർപ്പിട്ടു. സാരമില്ലടോ, തനിക്കത്ര കുഴപ്പമുള്ളതൊന്നും കിട്ടില്ല, പോരെ. പ്രിയ അഭിരാമിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി, കുഴപ്പമുള്ളതായാലും സാരമില്ല. അതൊക്കെ ഞാനൊരു ചലഞ്ചിങ് ആയി എടുക്കും. പിന്നെ ഒരു ജിജ്ഞാസ, അത്രയേ ഉള്ളൂ. മറുപടി കൊടുത്തുകൊണ്ട് അഭിരാമി ഒന്ന് പുഞ്ചിരിച്ചു. അഭി, താൻ സ്കൂളിലൊന്നും മലയാളം പഠിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഈ ജിജ്ഞാസ പോലെയുള്ള വാക്കുകളൊക്കെ എവിടുന്ന? പ്രിയയുടെ വാക്കുകളിൽ അത്ഭുതം നിറഞ്ഞു. സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും വായനയുണ്ടായിരുന്നു. സാഹിത്യമൊന്നുമല്ല കേട്ടോ. ഹൈദരാബാദ് മലയാളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ കിട്ടും. അമ്മയത് വരുത്തായിരുന്നു. അതൊക്കെ വായിച്ചു കിട്ടിയ അറിവാണ് ഈ വാക്കുകളൊക്കെ. അഭിരാമി മറുപടി നൽകി. എന്തായാലും തന്നെ സമ്മതിച്ചിരിക്കുന്ന കാര്യത്തിൽ പ്രിയ അഭിരാമി ഒന്ന് അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. അഭിരാമി തൻ്റെ മറുപടി ശാന്തമായൊരു പുഞ്ചിരിയിൽ ഒതുക്കി. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പുതുതായി ജോയിൻ ചെയ്തവർക്ക് ഒരു മീറ്റിംഗ് നടന്നു. ഓരോരുത്തർക്കും ഓരോ ടാസ്കുകൾ ലഭിച്ചു. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയ അഭിരാമിയോട് പ്രിയയും മറ്റും എന്താണ് അവൾക്ക് കിട്ടിയ ടാസ്ക് എന്ന് ചോദിച്ചു. പ്രശസ്ത എഴുത്തുകാരനും ചിത്രരചയിതാവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ദേവദത്തൻ നരസിംഹനെ ഇൻ്റർവ്യൂ ചെയ്യാൻ അഭിരാമി മറുപടി നൽകി. അഭിരാമിയുടെ മറുപടി കേട്ട് എല്ലാവരിലും ഒരു അന്താളിപ്പ് നിറഞ്ഞു. എല്ലാവരുടെയും ഭാവം കണ്ട അഭിരാമിയിൽ ഒരു കൗതുകവും പരിഭ്രമവും നിറഞ്ഞു. പ്രിയചേച്ചി, എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? ഒരു മനുഷ്യനെ തന്നെയല്ലേ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണത്, അതും മുൻ അവാർഡ് ജേതാവിനെ. അതിന് നിങ്ങളേക്ക് എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നേ? അഭിരാമി ചിരിച്ചുകൊണ്ട് എല്ലാവരോടുമായി ചോദിച്ചു. നിമിഷങ്ങളോളം ആരും ഒന്നും പറഞ്ഞില്ല. ഹലോ, നിങ്ങളൊക്കെ എന്താ ഈ അവാർഡ് പടം പോലെ നിൽക്കുന്നേ? എല്ലാവരുടെയും ഭാവങ്ങൾ കണ്ട് ചിരിപൊട്ടിയ അഭിരാമി ചിരിവിടാതെ തന്നെ ചോദിച്ചു. ഒന്നുമില്ലടോ അഭി, ഈ ടാസ്ക് തനിക്ക് തരുന്നതിലും ഭേദം തന്നെ വല്ല പുലിക്കോട്ടിൽ എറിയുന്നായിരുന്നു. അനൂപ് ഒരു സഹതാപത്തോടെ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അഭിരാമി അനൂപിനോട് തിരിച്ചു ചോദിച്ചു. അതൊക്കെ തനിക്ക് വഴിയെ മനസ്സിലായിക്കോളും, അനൂപ് മറുപടി പറഞ്ഞു. അഭിരാമി മറ്റുള്ളവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഇതേ ഭാവം തന്നെ എല്ലാവർക്കും. പ്രിയജി, നിങ്ങൾ എന്താണെന്നൊന്ന് തെളിച്ചു പറ, അഭിരാമി കുറച്ച് ഉദ്വേഗത്തോടു കൂടി ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. ആ പറഞ്ഞ ആളുടെ പേരിലെ നരസിംഹം പോലെ അങ്ങേരുടെ സിംഹം തന്നെയാണ്. മാധ്യമ പ്രവർത്തകരെ 7 അയലകത്ത് അടുപ്പിക്കില്ല പുള്ളി. വളരെ പരുക്കനായൊരു മനുഷ്യൻ, അതൊക്കെ തന്നെ, അനൂപ് അഭിരാമിയോട് പറഞ്ഞു. അതെ അഭി, പുള്ളി ഇതുവരെയും ഒരു ചാനലിനും ഇൻ്റർവ്യൂ കൊടുത്തതായി കേട്ടിട്ടില്ല. എന്തിന്, അവാർഡ്സ് കിട്ടിയപ്പോൾ പോലും 1-2 മാധ്യമ സ്ഥാപനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇൻ്റർവ്യൂ ഒപ്പിച്ചത്. അത് പുള്ളിയുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിൽ ആ സ്ഥാപനങ്ങൾക്ക് പങ്കുള്ളതുകൊണ്ട് പ്രിയ അഭിരാമിയോട് വിവരിച്ചു. ചേച്ചി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വല്ലതും വായിച്ചു നോക്കിയിട്ടുണ്ടോ? അഭിരാമി പ്രിയയോട് ചോദിച്ചു. ഇല്ലടോ, എനിക്ക് ആ നല്ല ശീലമില്ല. എന്ന് വെച്ച് വായിക്കാറില്ലെന്നല്ല, ചില ചരിത്ര സംബന്ധമായ പുസ്തകങ്ങൾ വായിക്കും, അല്ലാതെ കട്ട സാഹിത്യമൊന്നും എനിക്ക് കലങ്ങില്ല. പ്രിയ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഭി, എന്തായാലും താനൊന്ന് ശ്രമിക്ക്. ഏതായാലും ടാസ്ക് കിട്ടിയ സ്ഥിതിക്ക് ഇറങ്ങിയല്ലേ പറ്റൂ. എല്ലാ മനുഷ്യരോടും എല്ലാവരും പെരുമാറുന്നത് ഒരുപോലെ ആവണമെന്നില്ലല്ലോ, അനൂപ് അഭിരാമിയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. എന്തായാലും തന്നെ ഏൽപ്പിച്ച ഈ ഉദ്യമത്തിൽ തനിക്ക് വിജയിക്കാൻ സാധിക്കട്ടെ. എല്ലാം കേട്ട് അവിടെ നിന്ന് ബേസിൽ അഭിരാമിയെ നോക്കി പറഞ്ഞു. താങ്ക്സ് ചേട്ടാ. അഭിരാമി ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എടോ അഭി, തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ചേട്ടാന്ന് വിളിച്ചെൻ്റെ പ്രായം കൂട്ടരുതെന്ന്. തനിക്ക് എൻ്റെ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രോ എന്ന് വിളിച്ചോ. ബേസിൽ അഭിരാമിയോട് തൻ്റെ അനിഷ്ടം അറിയിച്ചു. അഭി, ബേസിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ട. ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ കണ്ട് വട്ടായതാ. അതിലെ ന്യൂജൻ വാക്കുകൾ കേട്ട് ഇവനിപ്പം മലയാളത്തിൽ സംബോധന ചെയ്യുന്നതിനൊക്കെ ഒരു പുച്ഛമാണ്. അനൂപ് ബേസിലിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ മക്കളെ ഇവിടെ ഇത്ര വലിയ ചർച്ച? അങ്ങോട്ട് വന്ന പഞ്ഞിക്കാരൻ എല്ലാവരോടുമായി ചോദിച്ചു. പഞ്ഞിക്കാരനെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഭവ്യതയോടെ നിന്നു. പഞ്ഞിക്കാരനോട് അവിടെയുള്ളവർക്കൊക്കെ നല്ല ബഹുമാനമാണ്. എല്ലാവരോടും സൗഹൃദപൂർവ്വം പെരുമാറുന്ന, ആരോടും ദേഷ്യപ്പെടാത്ത പ്രകൃതം. തനിക്കുള്ള അറിവുകൾ ആർക്കും പകർന്നു കൊടുക്കാനും കീഴിലുള്ളവർക്ക് ജോലി സംബന്ധമായ എന്ത് സഹായം ചെയ്യുവാനും മടിയില്ലാത്ത പഞ്ഞിക്കാരനോട് എല്ലാവർക്കും വലിയ മതിപ്പാണ്. ഒന്നുമില്ല സർ, അഭിരാമിക്ക് കിട്ടിയ ടാസ്കിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അനൂപ് വിനയത്തോടെ പഞ്ഞിക്കാരന് മറുപടി നൽകി.
എടോ, ഈ കുട്ടി തൻ്റെ കരിയർ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോഴേ കിട്ടിയ ടാസ്കിനെ കുറിച്ച് പറഞ്ഞ് അതിനെ പേടിപ്പിക്കാതെ, പഞ്ഞിക്കാരൻ എല്ലാവരോടുമായി പറഞ്ഞു. ആരെങ്കിലും വരുന്നോ പുറത്തേക്ക്? ഒരു ചായയൊക്കെ കുടിച്ചു വരാം. പഞ്ഞിക്കാരൻ എല്ലാവരോടുമായി ചോദിച്ചു. സാർ, ഞങ്ങളില്ല. തൽക്കാലം സാർ അഭിരാമിയെ കൊണ്ടുവയ്ക്കോ. ഒരു ചായക്ക് തേയിലച്ചെടി നട്ടുപിടിപ്പിക്കുന്നത് തൊട്ടുള്ള ചരിത്രം ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ. അനൂപ് ചിരിച്ചുകൊണ്ട് പഞ്ഞിക്കാരന് മറുപടി നൽകി. എന്നാ അഭിരാമി വാ. പഞ്ഞിക്കാരൻ അഭിരാമിയെ ക്ഷണിച്ചു. പൊയ്ക്കോളാൻ പ്രിയ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. അഭിരാമി പഞ്ഞിക്കാരൻ്റെ കൂടെ ഇറങ്ങി. പുറത്തുള്ള ഒരു സ്നാക്സ് ബാറിലേക്ക് പഞ്ഞിക്കാരനും അഭിരാമിയും കയറി. ആളൊഴിഞ്ഞ കോണിലെ ഒരു ചെറിയ ടേബിളിൻ്റെ ഇരുവശത്തുമായി അവരിരുന്നു. പഞ്ഞിക്കാരൻ കോഫിയും സ്നാക്സും ഓർഡർ ചെയ്തു. അഭിരാമി, തനിക്ക് ഈ ടാസ്ക് ചെയ്യാൻ ഭയം വല്ലതും ഉണ്ടോ? അല്പനേരം നീണ്ട ഇരുവർക്കുമിടയിലെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് പഞ്ഞിക്കാരൻ ചോദിച്ചു. സർ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ പേരിലുള്ള ഒരു പറയാൻ പറ്റാത്ത അവസ്ഥ. അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. എല്ലാവരും ദേവദത്തിനെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലേ? പഞ്ഞിക്കാരൻ അഭിരാമിയോട് ചോദിച്ചു. അഭിരാമി ഉണ്ടെന്ന് തലയാട്ടി. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നവരുടെ സ്വഭാവം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാവാം. നമ്മുടെ കഴിവ് പോലെയാണ് പിന്നെ ബാക്കിയുള്ളതെല്ലാം. വേലിപ്പിള്ള പ്രഭാകരനുമായി അഭിമുഖം നടത്തിയ അനിതാ പ്രതാപിനെ ഓർമ്മയില്ലേ? മുന്നിലുള്ള ആളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചാണ് പിന്നെയുള്ള ഫലങ്ങൾ. പഞ്ഞിക്കാരൻ അഭിരാമിക്ക് വിവരിച്ചു കൊടുത്തു. ആദ്യമായി ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അതും ഇത്രയും പ്രശസ്തനായ ഒരാൾ, കൂടാതെ മാധ്യമപ്രവർത്തകരോട് ദേഷ്യം പുലർത്തുന്ന ആളും. അഭിരാമി തൻ്റെ ആകുലത അറിയിച്ചു. മോളെ അഭിരാമി, നമ്മൾ ഒരാളുമായി അഭിമുഖം നടത്താൻ പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഹോംവർക്ക് എപ്പോഴും നടത്തിയിരിക്കണം. പഞ്ഞിക്കാരൻ അഭിരാമിയോട് ഉപദേശിച്ചു. എന്താണ് സാർ അത്? അഭിരാമി ഒരു മറുപടി ചോദ്യം ഉന്നയിച്ചു. അത് വേറൊന്നുമല്ല, ഏതൊരാളെയാണോ നമ്മൾ ഇതുപോലെ കാണാൻ പോകുന്നത് അയാളെക്കുറിച്ചും അയാളുടെ മേഖലയെക്കുറിച്ചുമൊക്കെ നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. ഇന്നത്തെ കാലത്ത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പഞ്ഞിക്കാരൻ മറുപടി നൽകി. എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? അഭിരാമി മറുചോദ്യം ഉന്നയിച്ചു. ഇപ്പോൾ ഒരു കലാകാരനെ നമ്മൾ അഭിമുഖം എടുക്കാൻ പോകുമ്പോൾ അയാളുടെ കലാസൃഷ്ടികൾ ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ച് ഒരു ചെറിയ അറിവുണ്ടാക്കുക തുടങ്ങി അങ്ങനെ പലതും. ഇപ്പം ഞാൻ പറഞ്ഞത് അഭിക്ക് മനസ്സിലായോ? പഞ്ഞിക്കാരൻ ഒരു ചിരിയോട് ചോദിച്ചു. യെസ് സർ. അഭിരാമി സന്തോഷത്തോടെ മനസ്സിലായെന്ന് തലയാട്ടി. എന്നാൽ താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഓൾ ദ ബെസ്റ്റ്. പുഞ്ചിരിയോടെ പഞ്ഞിക്കാരൻ പറഞ്ഞു. താങ്ക് യു സർ. അഭിരാമി നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പഞ്ഞിക്കാരന് നന്ദി പറഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്കും കമൻറ്റും ചെയ്യുവാനും മറക്കല്ലേ.